അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ദർസിന് ഇരിക്കുകയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അള്ളാൻ്റെ അടുത്ത് കൂലിയിട്ടണം എന്ന നിലക്ക് നമ്മൾ ഇരിക്കണം. അപ്പോഴാണ് അതിൻ്റെ തൗഫീഖ് അല്ലാഹ് തരിക, കൂടുതൽ നമുക്ക് അറിവ് പഠിപ്പിച്ചു തരും. അപ്പം നുബൂവത്ത് റിസാലത്ത് ഈ രണ്ടല്ലേ നമ്മൾ പഠിക്കുന്നത്? നുബൂവത്ത് റിസാലത്ത് അല്ലേ? നുബൂവത്ത് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ നബി ആവുക, റിസാലത്ത് റസൂലാവുക എന്നൊരു നാടൻ പ്രയോഗം പ്രയോഗിക്കാം. അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം വേറെ കൊല്ലത്തിലാണ് പറയുന്നത്. അപ്പോൾ നുബൂവത്ത് റിസാലത്ത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വേർഡല്ലേ? നുബൂവത്ത് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടോ? നുബൂവത്ത് ഉണ്ടാ? അതെ, നിങ്ങൾ നുബൂവത്ത് എന്ന് എഴുതുമ്പോൾ ആ വാവ് കഴിഞ്ഞിട്ടുള്ള താ ബാഇനെ എഴുതുമ്പോലെ എഴുതുമോ? ഇല്ലല്ലോ. നുബൂവത്ത് അതുപോലെ റിസാലത്ത് എന്നൊക്കെ എഴുതുമ്പോൾ അവസാനത്തിൽ ആ കെട്ടി കൂടി നിൽക്കണ താ ആണ് അല്ലേ? നുബൂവത്തിൻ്റെയും റിസാലത്തിൻ്റെയും ഓക്കെ അല്ലേ? നുബൂവ വ റിസാല ഓക്കെ. അപ്പം നുബൂവത്ത് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്താ? നുബൂവത്ത് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം അത് നബ എന്ന വേർഡ് നിന്നാണ് വരുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വർത്താനം എന്നർത്ഥം, വർത്താനം അറിയിക്കുക കേട്ടോ. നബ എന്ന് പറഞ്ഞാൽ വർത്താനം അറിയിക്കുക, മനസ്സിലായല്ലേ? അപ്പം നബി എന്ന് പറഞ്ഞാൽ എന്താണ്? വർത്താനം അറിയിക്കുന്ന ആള്. അത് നോട്ട് ചെയ്ത് വെക്കണം, ഓർമ്മയിലുണ്ടാകണം. അടുത്ത ആഴ്ച ഞാൻ ചോദിക്കട്ടോ. നബി എന്ന് പറഞ്ഞാൽ വർത്തമാനം അറിയിക്കുന്ന ആള്, ഓക്കെ അല്ലേ? നബി എന്ന് പറഞ്ഞാൽ വർത്തമാനം അറിയിക്കുന്ന ആള്. ഹാഫിളുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ഫതുൽ ബാരി പറയാം, ഫഇന്ന ലഫ്ളൻ നുബൂവത്തി വറിസാലത്തി മുഖ്തലിഫാനി ഫി അസ്ലിൽ വളഅ. അടിസ്ഥാനമായിട്ട് നുബൂവത്തി റിസാലത്ത് എന്നുള്ള ഈ രണ്ട് വേർഡുകൾ വ്യത്യാസമുള്ളതാണ്. ഫഇന്ന നുബൂവത മിനൻ നബഇ വഹുവൽ ഖബറു. നുബൂവത്ത് എന്നുള്ള നബഇൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ അമ്മയതസാലൂന അനിൻ നബഇൽ അളീ എന്ന് പറയില്ലേ? നബയിൻ്റെ അർത്ഥം അവിടെ എന്താ നിങ്ങൾ പറയല്? വർത്തമാനം. ഓക്കെ, വാർത്ത. അപ്പോൾ നബ എന്നുള്ള നിന്നാണ് വരുന്നത്. വഹുവൽ ഖബറു എന്താണ്? വർത്തമാനം അറിയിക്കുക. ഫൻ നബിയു ഫിൽ ഉർഫി. അപ്പോൾ സാധാരണഗതിയിൽ നബി എന്ന് പറഞ്ഞാൽ ഹുവൽ മുനബ്ബഉ മിൻ ജിഹത്തില്ലാ ബി അംരി യഖ്തളി തക്ലീഫൻ. അപ്പോൾ നബി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് വിവരം കിട്ടിയ ആളാണ്. എന്താണ് അയാൾക്കുള്ള വിവരം? ജനങ്ങളോട് അള്ളാഹു തആല ഇന്നത് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടിയുള്ള വിവരം അയാൾക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. ആ വിവരം കിട്ടിയ ആളെയാണ് നബി എന്ന് പറയുന്നത്. ശരിയല്ലേ? അത് അതിന് വലിയ കിതാബൊന്നും ഓതണ്ട. ജനങ്ങളോട് അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നിർബന്ധമായിട്ടും ഐച്ഛികമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും പാടില്ലാത്ത കാര്യങ്ങൾ പാടില്ല എന്നും ജനങ്ങളോട് അറിയിക്കാനുള്ള വിവരം കിട്ടിയ മനുഷ്യന്റെ പേരാണ് നബി. ഓക്കെ അല്ലേ? മുബാറക് ഒന്ന് പറഞ്ഞു നോക്ക്. ചാടിക്കാൻ പോയോ? ആളില്ലല്ലോ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് പറയും. നബി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ. എന്തിന്റെ വിവരം? ഞാൻ പറഞ്ഞത് തന്നെ പറയണം. ജനങ്ങൾ നിർബന്ധമായോ ഐച്ഛികമായോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അതേപോലെ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കണം എന്ന സന്ദേശം അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ആള്. ഒന്നുകൂടിയും പറയും. പറയും. ഓക്കെ, ഞാൻ സ്ക്രീനിൽ ഇതാ ആണ്. നിങ്ങൾ തക്ലീഫ് എന്ന് പറഞ്ഞല്ലേ? തക്ലീഫ് എന്ന് കാണുന്നുണ്ട് സ്ക്രീനിൽ. തക്ലീഫ് എന്ന് പറഞ്ഞ സാധനത്തിനെയാണ് ഞാൻ പറഞ്ഞത്. നിർബന്ധമായോ ഐച്ഛികമായോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ പാടില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനും അള്ളാഹുവിൽ നിന്ന് വിവരം ലഭ്യമായ ആള്. ശരിയല്ലേ? അതാണ് നബി. അപ്പൊ നബി എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയണം. ജനങ്ങൾ നിർബന്ധമായോ ഐച്ഛികമായോ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള വിവരം അള്ളാഹുവിൽ നിന്ന് ലഭ്യമായ വ്യക്തിക്കാണ് നബി എന്ന് പറയുന്നത്. ഓക്കെയോ?
ശരി, കട്ടാകുണ്ടോ? കട്ടാകുണ്ടോ? ആ ഓക്കെ ഓക്കെ. അപ്പൊ നബി എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ ഞാൻ റസൂല് എന്ന് പറഞ്ഞാൽ എന്താ? റസൂല് എന്ന് പറഞ്ഞാൽ ഇത് എത്തിച്ചു കൊടുക്കണം എന്നുള്ള നിർബന്ധമായ കൽപ്പന, ജനങ്ങൾക്ക് പുതിയതായൊരു നിയമം കൊണ്ടുവന്നിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന നിർബന്ധമായ കൽപ്പനയുള്ള ആളെയാണ് റസൂൽ എന്ന് പറയാം കേട്ടോ. എന്താണ്? പുതിയ നിയമം കൊണ്ടുവരികയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നുള്ള കൽപ്പനയുമുള്ള ആളെയാണ് റസൂൽ എന്ന് പറയാം. ഓക്കെ, നബി റസൂൽ തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ? നബി ആകുമ്പോൾ പുതിയതായ നിയമം ഉണ്ടാകും, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള കൽപ്പന ഉണ്ടാകും, അപ്പൊ അതിന് റസൂൽ എന്ന് പറയും. തിരിഞ്ഞോ? ഓക്കെ. ഈ റസൂലി നബി നിലയിൽ ഒരുപാട് നിർവചനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ നിർവചനങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലുള്ള നിർവചനങ്ങളാണ്. അതൊക്കെ പാടെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ പറഞ്ഞ നിർവചനം ഫത്തുഹുൽ ബാരി, ഇതിന്റെ രേഖ നോക്കണം, ഫത്തുഹുൽ ബാരിയിലുള്ളതാണ് ഒന്ന്. അതേപോലെ മഹാനായ ഇബ്നുൽ മുലഖിൻ, ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ അൽ മുഈൻ അലാ തഫഹുമിൽ അർബഈൻ എന്ന ആ വലിയ പേരൊന്നും പറ, അൽ മുഈൻ. എങ്ങനെ ക്ലാരിറ്റി പറയുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ അൽ മുഈൻ എന്ന ഗ്രന്ഥ അതെ. എന്നാ കുഴപ്പമുള്ളവര് പറഞ്ഞാൽ മതി, കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്തോളാം. അപ്പൊ ഈ നിർവചനം ഫതുഹുൽ ബാരിയിലുള്ളതാണ്, ഹാഫിളുദ്ദുന്യ ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ. അതുപോലെ തന്നെ മഹാനായ ഇബ്നു മുലഖിൻ തങ്ങളുടെ അൽ മുഈൻ എന്ന ഗ്രന്ഥത്തിലുള്ളതാണ്. അൽ മുഈൻ എന്ന് പഠിച്ചാൽ മതി, നിങ്ങൾ അപ്പുറത്തേക്ക് നീട്ടി പറയണ്ട. അതുപോലെ മഹാനായ ബദറുദ്ദീനുൽ ഐനിയുടെ അൽ ബിനായ എന്ന ഗ്രന്ഥത്തിലും ഇതേ നിർവചനം തന്നെ കാണാൻ കഴിയും. എന്നാൽ മഹാനായ ഇമാം ആലൂസിയുടെ തഫ്സീറിൽ വളരെ കൃത്യമായി നമുക്കൊരു എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു രൂപം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ ആ തരീഫുൽ മുഖ്താർ, ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട നിർവചനം, അന്നർ റസൂലമ്മൻ ഔഹാ ഇലൈഹി ബിശറൈൻ ജദീദിൻ. റസൂല് എന്ന് പറഞ്ഞാൽ പുതിയ നിയമം കൊണ്ട് വഹി അറിയിക്കപ്പെട്ടയാളാണ്. വൻ നബിയു ഹുവൽ മബ്ഊസു ലിതഖ്രീരി ശർഇ മൻ ഖബ്ലഹു. നബി എന്ന് പറഞ്ഞാൽ മുൻ പ്രവാചകന്മാരുടെ ശരീഅത്തിനെ ജനങ്ങളിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയുമാണ്. ശരിയായോ? റസൂൽ എന്ന് പറഞ്ഞാൽ പുതിയ നിയമം അവതരിപ്പിക്കപ്പെട്ട വ്യക്തി, അത് അള്ളാഹുലേക്ക്, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കൽപ്പനയുണ്ട്. റസൂൽ എന്ന് പറഞ്ഞാൽ. നബി എന്ന് പറഞ്ഞാലോ മുൻ പ്രവാചകന്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട പ്രവാചകൻ. ശരിയായില്ലേ? ശരിയായോ? ഓക്കെ അല്ലേ? എന്ത്? അതെ, അർ റസൂലു, റസൂലാകുന്നത്, മൻ ഔഹാ ഇലൈഹി ബിശറൈൻ ജദീദിൻ, പുതിയ നിയമവുമായി വഹി അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് റസൂല്. വൻ നബിയു, നബിയാകുന്നത്, ഹുവ, ആ നബി, അൽ മബ്ഊസു, നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്, ലിതഖ്രീരി ശർഇ മൻ ഖബ്ലഹു, അദ്ദേഹത്തിന്റെ മുമ്പുള്ള പ്രവാചകന്റെ ശരീഅത്തിനെ ഉറപ്പിക്കാൻ വേണ്ടി, തക്രീറാക്കാൻ വേണ്ടി, ആളുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ഇതിൽ ആരാ പ്രവാചകൻ? ആരാന്നാ ചോദിക്കണത് അല്ലേ? പ്രവാചകൻ എന്നുള്ളത് അത് നമ്മള് അള്ളാന്റെ റസൂല് കൊണ്ടോട്ടിക്കാരനാണെങ്കിലല്ലേ പ്രവാചകൻ എന്ന് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. റസൂലിനെ റസൂല് എന്ന് പറയാം, നബിനെ നബി എന്ന് പറയാ. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മളെന്ത് പറയും? നബിനെയും പ്രവാചകൻ എന്ന് പറയും, റസൂലിനെയും പ്രവാചകൻ എന്ന് പറയും. ശരിയായോ? ഓക്കെ ഓക്കെ ഓക്കെ. ആ ചർച്ച നടന്നിട്ടുണ്ടോ? ശരിയാ, ശരി, ആരുമായിട്ട് നടത്തും അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പൊ ഇവിടെ
എങ്ങനെ ആ ഒക്കെ മറന്നു കളഞ്ഞി കുട്ടിക്കാലത്ത് കേട്ടാ. ഇപ്പൊ നമ്മൾ കിതാബിൽ ഇപ്പൊ ഇത് പണ്ഡിതന്മാരുടെ ഉദ്ധരണികളാ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിഷ്ഠത്തിന്റെ ആളുകളല്ല, വിഷ്ഠത്തിന്റെ ആശയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഏത് പണ്ഡിതൻ എത്ര വലിയ നിർവചനങ്ങൾ പറഞ്ഞാലും നമ്മൾ അതൊക്കെ എടുക്കൊണ്ടിരുന്ന അറിയാം, ഖുറാനിക്ക് കൊണ്ടുവരും, എന്നിട്ട് അതിനായിട്ട് ഒക്കണുണ്ടോ നോക്കും, എന്നിട്ട് അതാണ് പറയും നമ്മൾ. അത് ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ നബി ആരാണ്, നബി ആരാണ്, റസൂൽ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കീർണതകളൊന്നും കാണാതെ ഞാനിപ്പോൾ ഈ പറഞ്ഞ എന്താ വെച്ചാൽ പണ്ഡിത ലോകത്ത് നടന്നൊരു ചർച്ചയാണ്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അള്ളാഹ് ഖുർആനിൽ നബിമാരെ എങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കി. ഇതാ ആയത്ത് കാണല്ലേ സ്ക്രീനിൽ, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആയത്തല്ലേ, എന്താണ്? ആ കറക്റ്റ്. അപ്പോൾ ഓക്കെ അത്ര മതി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, നബിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നബി ആരാണ്? പ്രവാചകനാണല്ലോ. ആ പ്രവാചകനായ നബിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അള്ളാഹ് പറയാണെന്ത്, കുൽ പറ ഇന്നമാ അന, തീർച്ചയായും ഞാൻ ആരാണെന്നോ ജനങ്ങളെ, ബശറും മിസ്ലക്കും, നിങ്ങളെ പോലെയുള്ള മനുഷ്യനാണ്. പിന്നെ എന്താ എനിക്കുള്ളത്, യൂഹാ ഇലയ്യ, എനിക്ക് വഹി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അന്നമായിലാഹുക്കും ഇലാഹും വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹ് മാത്രമാണ് എന്ന് വഹി അറിയിക്കപ്പെട്ടു. അപ്പൊ തൗഹീദിന് വേണ്ടി, തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ വഹി നൽകി നിയോഗിച്ച വ്യക്തിയാണ് പ്രവാചകൻ. ഇതാണ് പറഞ്ഞാൽ മതി. നമ്മൾ മേലെ പറഞ്ഞതൊക്കെ പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളാ, കുഴപ്പമൊന്നുമില്ല ഏട്ടാ. ഈ ആയത്ത് എല്ലാവർക്കും ഓർമ്മ ഉള്ളതല്ലേ, എല്ലാവർക്കും പരിചയമുള്ള ആയത്തല്ലേ? ഓക്കെ, ഇത് ഏത് സൂറത്തിലാണെന്ന് ഓർമ്മ ഉണ്ടോ? എല്ലാ വെള്ളിയാഴ്ചകളും എല്ലാവരും ഓതുന്ന സൂറത്താണ് അല്ലേ? ഇനി രണ്ടാമത് ഇതേ പ്രയോഗം തന്നെ സൂറത്ത് അംബിയായിൽ എന്താണ് കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്, ഓതി നോക്കിയും. ഇതാണ് ഫഹൽ അൻതും മുസ്ലിമൂൻ. കണ്ട, ഇതും എന്താണ്, പറയൂ നബിയെ, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹ് മാത്രമാണെന്ന് എന്നിലേക്ക് വഹി അറിയിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളാവുന്നവരുണ്ടോ അല്ലേ? അതേപോലെ വീണ്ടും അതാ സൂറത്ത് ആറാഫിൽ, കുൽ ഇന്നമാ അത്തബിഉ മാ യൂഹാ ഇലയ്യ മിർ റബ്ബി, പറയൂ നബിയെ, എൻ്റെ റബ്ബിൽ നിന്ന് എന്നിലേക്ക് വഹി നൽകപ്പെട്ടതിനെ മാത്രമാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് പറയൂ. അതുപോലെ മുഹമ്മദ് നബിയോട് അള്ളാഹു തആല പഠിപ്പിക്കാൻ, ഇൻ അത്തബിയു ഇല്ലാ മാ യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നതിനെ അല്ലാതെ ഞാൻ പിന്തുടരുന്നില്ല. പിന്നെ സൂറത്ത് യൂനുസിൽ, വത്തബിയ മാ യൂഹാ ഇലൈക, നിന്നിലേക്ക് വഹി അറിയിക്കപ്പെട്ടതിനെ നീ പിന്തുടരുക. പിന്നെ അതാ പറയും സൂറത്ത് അന്നാമിൽ, കുല്ലാഖൂലക്കും ഇന്ദി ഖസായിനുള്ള, നിങ്ങളോട് ഞാൻ പറയുന്നല്ലേ അള്ളാഹിൻ്റെ ഖജനാവുകൾ എൻ്റെ അടുക്കലാണെന്ന് പറയുന്നില്ല. വലാ അലമുൽ ഗൈബ, ഞാൻ ഒയ്ബും അറിയില്ല. വലാ അഖൂലക്കും ഇന്നി മലക്കും, ഞാൻ മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല. ഇന്നത്തബി ഇല്ലാ മാ യൂഹാ ഇലൈഹി, എന്നിലേക്ക് വഹി അറിയിക്കപ്പെട്ടതിനെ മാത്രമാണ് ഞാൻ പിന്തുടരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അള്ളാഹ് പറയാണ്, വമൻ സൂറത്ത് അന്നാമിൽ, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, അള്ളാഹിൻ്റെ പേരിൽ കള്ളം പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഔകാല ഊഹിയ ഇലയ്യ, അല്ലെങ്കിൽ അവൻ പറയാം എനിക്ക് വഹയുണ്ട് എന്ന്, വലം യൂഹയിലൈഹി ചെയ്യും, അവനിലേക്ക് ഒരു വഹയും വന്നിട്ടില്ല, അങ്ങനെയുള്ള എനിക്ക് വഹയുണ്ട് എന്ന് പറയുന്നതിനേക്കാണോ വലിയ അക്രമി ആരുണ്ട്? അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, വഹി അവതരിപ്പിക്കപ്പെട്ട പ്രവാചകന്മാരെയാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹി അവതരിപ്പിക്കപ്പെട്ട വ്യക്തികളെയാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള വഹി ഉണ്ടാകും. മെയിനായിട്ട് നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. അവർ വഹിയല്ലാതെ പറയില്ല ദീനിൻ്റെ കാര്യങ്ങൾ അല്ലേ? സൂറത്ത് നജ്മിൽ അതാ, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹിയല്ലാതെ ഒന്നും പറയില്ല അല്ലേ? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു. ഈ ആയത്തുകളൊക്കെ ഇതിൻ്റെ മീനിങ് അടക്കം ടെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വിവരം കിട്ടുമ്പോൾ അല്ലാതെ ദീനിൻ്റെ കാര്യം പറയേയില്ല, വെറും വഹിയാണ് നബിൻ്റെ വർത്താനം. അതിന് ഹദീസിൽ എന്താ രേഖയുള്ളത്? നസായി ഉദ്ധരിക്കുകയാണ്. എന്താണെന്ന് അറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ശ്രദ്ധിച്ചോൾട്ടോ സ്ക്രീനിൽ, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിലേക്ക് ഒരു മനുഷ്യൻ വന്നു. വഹുവ യഖ്തുബു അലൽ മിമ്പർ, നബി മിമ്പർമ ഖുത്ബ പറയാൻ. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ,
അല്ല, റസൂലുള്ള അല്ല. ആരാണ്? ഫക്കാല, ആ മനുഷ്യൻ, ജാ റജുൽ എന്നല്ലേ, ഫക്കാല, ആ മനുഷ്യൻ പറഞ്ഞു, ഇത് അറഅയ്തയിൻ ഖാതൽതു ഫീ സബീലില്ലാഹി സാബിറൻ മുഹ്തസിബൻ മുഖ്ബിലൻ ഗൈറ മുദ്ബിരിൻ അയുകഫിറുല്ലാഹു അന്നി സയ്യിആതി. നബിയെ, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഖ്ലാസോടുകൂടെ യുദ്ധം ചെയ്തുകൊണ്ട് ക്ഷമയോടുകൂടെ ഞാൻ രക്തസാക്ഷിയായി കഴിഞ്ഞാൽ എൻ്റെ പാപങ്ങൾ അള്ളാഹ് പുറത്തു തരുമോ നബിയെ എന്ന്. അപ്പം നബിയുടെ മറുപടി എന്താ? നാം, അതേന്നാണ് പറഞ്ഞു. സുമ്മ സകത സാഅത്തൻ, പിന്നെ കുറച്ചു നേരം നബി മിണ്ടാതെ അങ്ങനെ നിന്ന് മിമ്പർമ ഖുത്ബ പറയാണ്. അപ്പോഴാണ് സദസ്സെന്ന് ചോദ്യം, ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടാൽ എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമോ? ഞാൻ ഇഖ്ലാസോട് കൂടെയാണ് ആ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുള്ളത്, എൻ്റെ പാപം പൊറുക്കപ്പെടുമോ നബിയേ എന്ന് മിമ്പറിലേക്ക് ചോദ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അതേന്നാണ് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതെ നിന്ന്, മനസ്സിലായില്ലേ? എന്നിട്ട് കുറച്ചു നേരം മിണ്ടാതെ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐന സായിലു ആനിഫൻ, ഇപ്പം കുറച്ച് മുമ്പ് ചോദിച്ച ആളെവിടെയെന്ന്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു വെള്ളിയാഴ്ച മിമ്പറിൽ ഖുത്ബ നടക്കുകയാണെന്ന് നോട്ടിക്കോളൂ ഉദാഹരണമായിട്ട്. അപ്പോൾ സദസ്സെന്ന് ഒരാളാണ് ചോദ്യം ചോദിച്ചാൽ നമ്മളെ നാട്ടിൽ എന്താ ഉണ്ടാകുക? ആ മഹല്ല ആകെ കുയ്മാന്തിയായി മാറും. മഹലിലുള്ള മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പരലോകത്തെക്കുറിച്ച് ചോദിക്കാനുള്ളത് ഈ മിമ്പർമ കയറുന്ന പണ്ഡിതന്മാരോടാണല്ലോ. അത് ചോദിക്കാം, കുഴപ്പമില്ല. എന്നിട്ട് ചോദിച്ചിട്ട് നബി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മിണ്ടാതെ നിന്ന്. സുമ്മ സകത സാഅത്തൻ, കുറച്ചു നേരം നബി മിണ്ടാതെ നിന്നിട്ട് നബി പിന്നെ ചോദിക്കണം എന്താ വെച്ചാൽ അയിന സായിലു അയിന, ഇപ്പം കുറച്ച് മുമ്പ് ഒരു ചോദ്യം ചോദിച്ച ആളെവിടെയെന്ന്. അങ്ങനെ നബി ചോദിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? കുറച്ച് സമയം അവിടെ നബി മിണ്ടാതെ നിൽക്കണം. അല്ലെങ്കിൽ അപ്പം തന്നെ ഒരു അര മിനിറ്റ് ഉള്ളെങ്കിൽ ആ മനുഷ്യനെ അവിടെ നിൽക്കണേ നബിക്ക് അറിയാലോ. നിൽക്കണേ ഞാൻ പറഞ്ഞു തരാമല്ലോ. പക്ഷെ നബി പറയാണത് കുറച്ചു നേരം മിണ്ടാകുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, നബി ഒരു മറുപടി പറഞ്ഞപ്പോൾ ആ മറുപടി ക്ലിയർ ആവാൻ വേണ്ടി മഹാനവറുകൾ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം കാത്തിരിക്കുകയാണ്. സുമ്മ സകത്താന്ന, സുമ്മ എന്ന് പറഞ്ഞ വേർഡ് പ്രയോഗിച്ചാൽ എന്താ അറിയോ? ഇങ്ങനെ മഹാനായ ഇബ്നു മാലിക് അദ്ദേഹത്തിൻ്റെ അൽഫിയയിൽ പ്രയോഗിക്കുന്ന ഒരു കവിത ഉണ്ട്. ഇങ്ങനെ അൽഫ ഉലിത്തർത്തീബി ഫിത്തിസാലി വാ സുമ്മലിത്തർത്തീബി ഫിംഫിസാലി. സുമ്മ എന്നുള്ള പ്രയോഗം നടത്തിയാൽ അവിടെ കുറച്ച് സമയം ഉണ്ടാകും എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് ഫ സകത്ത എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാകുന്നു, അപ്പം തന്നെ ഒരു പരിപാടിയായിട്ട് പോയി ഇതാവും. ഇതങ്ങനെയല്ല, കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് നബി പറയാണ്, അപ്പോൾ ഫക്കാല റജുൽ, അപ്പോൾ ആ മനുഷ്യൻ പറയാം, ഞാനാണ് നബിയെ, ഞാനാണല്ലോ നിങ്ങളോട് പറഞ്ഞത് ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ടാൽ എനിക്ക് സ്വർഗം കിട്ടുമോ, എൻ്റെ പാപം പൊറുക്കോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു കയറും. അപ്പോൾ നബി പറയാണ്, നഅം, അതെ, ഇല്ലദൈൻ, കടം മായ്ച്ചു കളയില്ല കേട്ടോ, കടം പൊറുക്കപ്പെടൂല. സാറനി ബിഹി ജിബ്രീലു ആനിഫൻ, ഇപ്പോൾ ജിബ്രീൽ ഇപ്പം കുറച്ച് മുമ്പ് എന്നോട് സ്വകാര്യമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. നോക്കൂ നിങ്ങൾ. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിയായ എന്ത് കാര്യം പറയുകയാണെങ്കിലും അത് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം കിട്ടിയതേ പറയൂ. മായന്തിക്കു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യു, വഹയ്യല്ലാതെ പറയില്ല. അങ്ങനെ നബി ഒരു ഒറ്റടിക്ക് ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു മുമ്പേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? ഇത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണെന്നൊന്ന് ഉറപ്പിക്കണം. നബി ഒന്നാണ് വെയിറ്റ് ചെയ്ത്. അപ്പോൾ ജിബ്രീൽ വന്ന് വിവരം കൊടുത്തത് എന്താണ്? ഒരാൾ രക്തസാക്ഷിയായി മരണപ്പെട്ടാൽ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവന് മുഴുവൻ ശിർക്കല്ലാത്ത മുഴുവൻ പൊറുക്കപ്പെടുകയാണ്. പക്ഷെ കടം പൊറുക്കൂല കേട്ടോ. അതും നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ്. കടം പൊറുക്കൂല. ഈ ഹദീസ് ഇമാം നസായി അവിടുത്തെ സുനനിൽ 3155 നമ്പർ ഹദീസിൽ ഉദ്ധരിച്ചാണ്. മായന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ എന്നുള്ള ആയത്തിൻ്റെ വിശദീകരണമായി ഇതിനെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. മനസ്സിലായോ? അപ്പോൾ കടം വളരെ ഗൗരവമാണ്, അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇമാം തിർമിദി അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, 3563 നമ്പർ ഹദീസ്. അതിൽ പിന്നെ അബൂവായിൽ റളിയല്ലാഹു പറയാണ്, പിന്നെ അലി റളിയല്ലാഹു ഒരു മുക്കാത്തബായ മനുഷ്യനോട്, അതായത് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപാടിൽ, അതായത് കരാറിലാവുകയാണ്. ഇത്ര കാശ് എന്നാൽ ഞാൻ മോചിപ്പിക്കാൻ നിന്നെ എന്ന് പറയുമ്പോൾ ഉള്ള ആ മനുഷ്യൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, ആ കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി നട്ടോട്ടോടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ യജമാനുമായിട്ട് അദ്ദേഹം കരാറിലാണ്. അപ്പോൾ കാശുണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ആ കടം വീട്ടാനുള്ള ഓട്ടത്തിലാണ്.
അങ്ങനെ അബൂവായിൽ റളിയല്ലാഹു അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ വിഷയം പറയാണ്, നമ്മളിങ്ങനെ ഒരു വലിയൊരു പ്രയാസത്തിലാണ്, മുക്കാത്തബ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് എന്ന് പറയാം. അപ്പോൾ അലി റളിയല്ലാഹു പറയാണ്, അലാ വല്ലിമുക കെലിമാത്തിൻ അല്ലമനീഹിന്ന റസൂലുള്ളാഹ്, നബി എനിക്കൊരു കുറച്ച് വാക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വാക്ക് ഞാൻ എനിക്ക് പറഞ്ഞുതരാം. ലൗ കാന അലൈക മിഥുലു ജബലി സ്വീരിൻ, വേറെ ഹദീസുകളിൽ സ്വബീരിൻ എന്നിട്ട്, സ്വബീർ പർവ്വതത്തിൻ്റെ അത്ര വലിയ കടൻ നിനക്കുണ്ടായാലും അദ്ദാഹുല്ലാഹു അൻക, ആ കടൻ നിനക്ക് അള്ളാഹ് വീട്ടി തരും. സ്വബീർ മല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മീനയിൽ പോകുമ്പോൾ, മീനയ്ക്കാണ് ചെല്ലുമ്പോൾ അതിൻ്റെ ഇടത് ഭാഗത്ത് കൂടി അങ്ങനെ കാണുന്ന വലിയ മല ഉണ്ട്. അതങ്ങോട്ട് പോയിട്ട് മുസ്ദലിഫൻ്റെ അവിടെ പോയിട്ടാണ്, ആ ഭാഗത്ത് കൂടിയാണ് അത് പോണത്. മുശ്രിക്കുകൾ മുസ്ദലിഫയിലുള്ള കാലത്ത് അവരെന്ത് ചെയ്യുന്നവരോ, സൂര്യൻ ഉദിച്ചിട്ടാണ് പോരുക. അപ്പോൾ ഓല് പറയും, പിന്നെ സൂര്യനെ ഉദിച്ചു വരൂ, സബീർ പർവ്വതമേ സൂര്യനെ ഉദിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കാത്തിക്കും. എന്നിട്ട് സൂര്യൻ ഉദിച്ചാലേ അവർ പോരുള്ളൂ. സബീർ പർവ്വതത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് സൂര്യ ഉദിച്ചത് കാണാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബാക്കളോട് നിങ്ങൾ സൂര്യ ഉദിക്കുന്നതിൻ്റെ മുമ്പ് പോകണമെന്ന് പറഞ്ഞു. ഏതായിരുന്നാലും അത്രയും വലിയ പർവ്വതമാണ് സബീർ പർവ്വതം. ആ പർവ്വതത്തിൻ്റെ അത്ര കടങ്ങൊക്കെ ഉണ്ടായാലും അല്ലാഹു തആല അത് നിങ്ങൾക്ക് വീട്ടി തരും. അതിനൊരു വേർഡ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു. എന്താണ്? സ്ക്രീനിൽ നിങ്ങൾ കാണുന്നതാ. ഇതാരെങ്കിലും ഒന്ന് വായിക്കും. ഞാനാ മാർക്ക് ചെയ്ത്, ആരെങ്കിലും വായിക്കാൻ പറ്റുക? ആ ആ വെരി ഗുഡ്. അതെ, അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക്, അള്ളാഹുവേ നിൻ്റെ ഹറാമിനെ തൊട്ട് എനിക്ക് ഹലാലിനെ മതിയാക്കി തരണം എന്ന് പറഞ്ഞാൽ ഹറാമിൽ ഇടപെടാതിരിക്കാൻ എന്നെ സഹായിക്കണം. വഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക്ക്, നിൻ്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരെ തൊട്ട് നീ എന്നെ സമ്പന്നനാക്കണം എന്നുള്ളത് പ്രാർത്ഥിച്ചാൽ അള്ളാഹു വീട്ടിത്തരും നിൻ്റെ കടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. കടത്തെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരുപാട് ഹദീസുകൾ കാണാൻ അവിടെ പോകുന്നില്ല, നമ്മളെ വിഷയം അതല്ല, എങ്കിലും സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളൊരു കാര്യമാണ് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള വിവരമാണ് എന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറപ്പ് വരുത്തും. അങ്ങനെ നബി ഉറപ്പ് വരുത്തിയിട്ട് നബി പറയുന്ന കാര്യങ്ങളെ നമ്മൾ വഹിയായി പരിഗണിക്കുകയും ആ വഹിന് നമ്മൾ ഖുർആനിൻ്റെ വില തന്നെ നൽകുകയും ചെയ്യും. മനസ്സിലാണ്ടോ? പ്രവാചകൻ്റെ വാക്കിന് ഖുർആനിൻ്റെ സ്ഥാനം തന്നെ നമ്മൾ നൽകും. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത്. അനിൽ മിഖ്ദാം ബിൻ മഅദി കരിബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അലാ അറിയണേ, ഇന്നി ഊതീതുൽ കിതാബ വ മിസ്ലഹു മഅഹു, എനിക്ക് അല്ലാഹു തആല വേദം നൽകിയിരിക്കുന്നു, ഖുർആൻ നൽകിയിരിക്കുന്നു, ഖുർആനിൻ്റെ അത്രയും അതിനോടുകൂടെ അല്ലാഹു തആല നൽകിയിരിക്കുന്നു എന്ന് റസൂലുള്ള പറയാണ്. ഖുർആൻ നൽകിയിട്ടുണ്ട്, ഖുർആൻ്റെ അത്രയും ഖുർആനോട് കൂടെ നൽകിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിൻ്റെ വിലയാണ് ഇവിടെ നമുക്ക് ബോധ്യമാകുക. ഖുർആൻ മതി ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട എന്ന് പറയുന്ന സമൂഹം ലോകത്തുണ്ട്. നബി പറയണത് വെച്ചാൽ ഖുർആനിൻ്റെ അത്ര തന്നെ അതിനോടുകൂടെ അതുപോലെയുള്ളതിനെ അള്ളാഹ് എനിക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഹദീദിനെ നിഷേധിക്കുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അലാ യൂഷികു റജുലുൻ ശബ്ആനു അലാ അരീകതിഹി യഖൂലു അലൈക്കും ബിഹാദൽ ഖുർആൻ, അറിയണേ, ഒരു വയറ് നിറച്ച വലിയ കൊമ്പനാണ്, ഞാൻ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ അവൻ്റെ കട്ടിലിൽ, അവൻ്റെ രാജകട്ടിൽ എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം, കട്ടിൽ അവനിങ്ങനെ ചാരിയിരിക്കും, വലിയ ആളായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവൻ പറയും, യഖൂലു അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ സ്വീകരിച്ചാൽ മതി. ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലു വമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഹരിം, ഖുർആനിൽ നിങ്ങൾക്ക് കാണുന്ന ഹലാലൊക്കെ ഹലാലാക്കുക, അതിൻ്റെ അപ്പുറത്തുള്ള അതുപോലെ ഹറാമൊക്കെ ഉണ്ടോ അതൊക്കെ ഹറാമാക്കുക. ഖുർആനിൽ ഹലാൽ പറഞ്ഞ് ഹലാൽ, ഖുർആനിൽ ഹറാം പറഞ്ഞ് ഹറാം, വേറെ ഒന്നും നിങ്ങൾ സ്വീകരിക്കേണ്ട. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, റസൂലുള്ളാഹി മിൻ അംരി, ആ മനുഷ്യൻ ആ വയറൊക്കെ നിറച്ച്, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് വലിയ ഏമ്പക്കം വിട്ടിങ്ങനെ ദമ്മിലിരിക്കുന്ന മനുഷ്യനിലേക്ക് എൻ്റെ കൽപ്പന വരും. മിമ്മ അമർത്തുബി, ഞാൻ കൽപ്പിച്ചതിൽ നിന്നുള്ള കൽപ്പന അവന് വരുമ്പോൾ, അവ നഹൈത്തു അന്നു, അല്ലെങ്കിൽ അവനോട് വിലക്കണം എന്ന് ഞാൻ പറഞ്ഞ എൻ്റെ ഹദീസ് അത് വരുമ്പോൾ അവൻ പറയും, ലാ ദിരി മാ വജദ്നാ ഫീ കിതാബില്ലാ ഇത്തബഅനാ, ഇതൊന്നും നമ്മളറിയില്ല, ഹദീസൊന്നും നമുക്ക് വേണ്ട, അതൊന്നും നമ്മളറിയില്ല, നമ്മൾ ഖുർആനിലുണ്ടോ അത് സ്വീകരിക്കും
എന്നവൻ പറയും. റസൂലുള്ളാഹി എന്നിട്ട് നബി എന്താ പറയുന്നത്? അലാ അറിയണേ, ലാ യഹില്ലു ലക്കും ലഹമുൽ ഹിമാരിൽ അഹ്ലി, നാടൻ കഴുതൻ്റെ ഇറച്ചി തിന്നരുത്. അത് ഖുർആനിലില്ല, നബിൻ്റെ വിലക്കാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോളണം. ഒരിക്കൽ ഖൈബറിൽ പോയപ്പോൾ റസൂലുള്ളാഹിൻ്റെ സഹാബാക്കൾ വിശന്നിട്ട് എന്ത് ചെയ്തോരോ നാടൻ കഴുതനെ പിടിച്ചാണ്ട് അറുത്തു. അറുത്തിങ്ങനെ വേവിച്ചിട്ട് തിളച്ചിട്ട് ഇങ്ങനെ വേവാനായിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണോ സംഭവം എന്ന് വെച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ നാടൻ കഴുതനെ അറുത്തിട്ട് നല്ലോണം ഉഷാറായിട്ട് വേവിച്ചിട്ടുണ്ട്, വെന്ത് ഇങ്ങനെ കൂടുതൽ വൈകാതെ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു തരോ, അത് ഫുള്ള് ഒഴിവാക്ക്, ആ പാത്രം വലിച്ചെറിയുക. ആ മാംസം വേണ്ട, നാടൻ കഴുതൻ്റെ മാംസം വേണ്ട, പാത്രം എടുക്കരുത് നിങ്ങൾ. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, നബി ഞങ്ങൾ ആ പാത്രം കഴുകി ഉപയോഗിക്കട്ടെ. കഴുകി ഉപയോഗിക്കാൻ ഉപയോഗിച്ചോളൂ എന്നാണ്. ഇതൊന്നും ഖുർആനിലില്ല, റസൂലുള്ളാഹി പഠിപ്പിക്കുന്നതാണ്. പിന്നെ നബി പറഞ്ഞു, വലാ കുല്ലു ദീ നാബിൻ മിന സ്വബഅ, പിടിമൃഗങ്ങളിൽ നിന്ന് തേറ്റയുള്ളത്, തേറ്റ കൊണ്ട് ആക്രമിക്കുന്നത്, അതിനെയും നിങ്ങൾ തിന്നരുത്. വലാ ലുഖ്തതു മുആഹിദിൻ, അവിശ്വാസികളായ ആളുകൾ അവരെ കയ്യിൽ നിന്ന് വല്ലതും വീണ് പോയാൽ അതും നിങ്ങൾ എടുക്കരുത് കേട്ടോ, ഹറാമാണ്. അപ്പോൾ വിശ്വാസികളത് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ പറയുക, അവിശ്വാസികളത് ആ ഒരു കാഫിറായ മനുഷ്യൻ്റെത് അത് ആ കാഫിറിൻ്റെ അത് പ്രശ്നമില്ലല്ലോ എന്ന് മനസ്സിൽ നമുക്ക് സ്വാഭാവികമായിട്ടും വന്നേക്കാം. അതും കൂടെ തള്ളിക്കളയാണ്. കാഫിറിൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയത് എടുക്കാൻ പാടില്ല പറഞ്ഞാൽ മുസ്ലിമിൻ്റേത് ഒട്ടും എടുക്കാൻ പാടില്ല എന്നായി. അപ്പോൾ നബി പറയാണ്, ഒരു മുവാഹിദിൻ്റെ, മുസ്ലിങ്ങളോട്, മുവാഹിദ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോട് ധാരണയിലായി സൗഹൃദപരമായിട്ട് ജീവിച്ചു പോകുന്ന ആളെയാണ് മുവാഹിദ് പറഞ്ഞത്. അവൻ്റെ കയ്യിൽ നിന്നൊന്നെങ്കിലും വീണാൽ അതുപോലും നിങ്ങൾ എടുക്കാൻ പാടില്ല. ഇല്ല യസ്തഗ്നിയ അന്നാ സ്വാഹിബുഹ, അതിൻ്റെ ഉടമക്കാരനത് ആവശ്യമില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത്, ഇപ്പോൾ ഇതിൽ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ചക്കക്കാലമായി കഴിഞ്ഞാൽ രാവിലെ നമ്മൾ പുറത്തേക്കാണ് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുള്ളൂ. ഉച്ചക്കും 10 മണിക്കൊക്കെ എന്ത് ചെയ്യും, അയലോക്കത്തെ പറമ്പത്തെ പ്ലാവുമ്മ കയറി ചക്കട്ട് തിന്ന് ഉഷാറായിട്ട് കുട്ടിപ്രായത്തിൽ നമ്മളങ്ങനെ വിലസി കിടക്കും. അതുപോലെ പറങ്കിമാവ്, പറങ്കൂച്ചിത്തോട്ടങ്ങൾ ഉണ്ടാവും, അത് ഒഴിവാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ പറമ്പിലെ കശുവണ്ടി മുഴുവനും പെറുക്കി കൊണ്ടുവന്നുകൊണ്ട് ഈർക്കിളിയും ചെറിയ വറകൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചുട്ടുകാട് തിന്നും എല്ലാവരും പാടെ കൂടി. ആർക്കും ഒരു പ്രശ്നമില്ല. ആളുകളത് ഒഴിവാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അങ്ങനെ അപ്പോൾ അത് ആളുകൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു മാങ്ങ വീണ് കഴിഞ്ഞാൽ അത് ആരെങ്കിലും എടുക്കാൻ പോയി കഴിഞ്ഞാൽ വിവരം അറിയും, ഇതിലേ. അപ്പോൾ ആളുകൾ ഒഴിവാക്കുന്ന അവസ്ഥയിലാണ് ഒരു സാധനം വീണ് കിടക്കണമെങ്കിൽ അത് ഹലാലാണ്. എന്നിട്ട് നബി പറയാ, വമൻ നസല ബി ഖൗമിൻ ഫഅലൈഹിം അൻ യഖറൂ ഫഇല്ലം യഖറൂ ഫലഹു അൻ യുഅഖിബഹും മിസ്ല ഖിറാഹു. അതായത് നിങ്ങളൊരു നാട്ടിൽ ചെന്നു, ആ നാട്ടിലുള്ള ആളുകൾ നിങ്ങളെ സൽക്കരിക്കൽ അവർക്ക് നിർബന്ധമാണ്. അവർ സൽക്കരിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ വിഭവങ്ങൾ നിങ്ങൾ അവരിൽ നിന്ന് പിടിച്ചെടുക്കണം. റസൂലുള്ളാഹി പറയും, ഇത് ഖുർആനിലില്ല. അപ്പോൾ നബി പറയുന്നത് എന്താ വെച്ചാൽ, ഖുർആനും ഖുർആനിന് സമാനമായ അത്രയും എനിക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, ഖുർആൻ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്ന ആളുകൾ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത്. അവൻ വയറ് നിറച്ച് നിൽക്കുന്നു. റസൂലുള്ളാഹിന്റെ വിശേഷിപ്പിച്ചേണ്ടങ്ങൾ ഷബ്ആൻ എന്ന് പറയുമ്പോൾ എന്താ ഉള്ളത്? മാന ഇമാം മുല്ലാലിയിൽ കാരി പറയാണ്, ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാണ്. യംബഇ ദായിമൻ ഹരീസം ഫീ ത്വലബിൽ ഇൽമി കൽ ജിആൻ ഫീ ത്വലബിർ റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇൽമ് തേടാൻ വേണ്ടി, ഇപ്പം നബിൻ്റെ ഹദീസ് പഠിക്കണമല്ലോ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കണമല്ലോ, ഒരാൾ ഇൽമ് പഠിക്കാൻ വേണ്ടി അവൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കണം? വിശന്നിരിക്കുന്നവനെ പോലെ ആയിരിക്കണം. നബിയോടെ പറഞ്ഞെന്താ, ശാപ്പാട് രാമൻ്റെ പ്രകടനം കാണിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നബി ആ ആക്ഷേപം നടത്തിയതിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഒരാൾ ഇൽമ് പഠിക്കുമ്പോൾ അതിന് അവന് വിശന്ന് നിൽക്കുന്നത് പോലെ അത്രയും ആവേശത്തോടു കൂടെ ആയിരിക്കണം ഒരാളെ സംബന്ധിച്ചിടത്തോളം വൈജ്ഞാന മേഖലയിൽ അവനുണ്ടാവേണ്ടത് എന്ന്. അതുപോലെ മഹാനായ മുല്ലാലിയിൽ കാരി പറയാണ്, വഫീഹി ഈമാ ഉന്നില അന്നമൻ കസുറ അക്ലു ലാ യഖ്ദുറു അലാ ഇസ്തിംസാഖി നഫ്സിഹി. ഒരാൾ ഭയങ്കര ശാപ്പാട്ട് രാമനായി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഓന് മര്യാദക്ക് മാന്യമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു പോകാൻ അവനെ കൊണ്ട് കഴിയില്ല. തീറ്റ പാകത്തിനാക്കണം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നർത്ഥം. അപ്പോൾ ഏതായിരുന്നാലും അത് നബിൻ്റെ മറ്റ് ഹദീത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആന് സമാനമായതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഖുർആനും പ്രവാചകൻ്റെ ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആൻ ഓതിയാൽ അതിന് പ്രത്യേക പുണ്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ വഹി മുഖേന അള്ളാഹുവിൽ നിന്ന് മനസ്സിലാക്കി.
ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാൻ 2910 നമ്പർ ഹദീസ്. നബി പറയാ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി, അള്ളാൻ്റെ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ്, ഒരക്ഷരം ഒരാൾ ഓതിയാൽ ഫലഹു ബിഹി ഹസനത്തുൻ, അവന് ഒരു ഹസനത്തുണ്ട്. വൽ ഹസനത്ത് ബി അശ്രി അംസാലിയ, ഒരു ഹസനത്തിന് അള്ള നൽകുന്ന പ്രതിഫലം അതിൻ്റെ 10 ഇരട്ടി പ്രതിഫലമാണ്. ലാ ഖൂലു അലിഫ്ലാമീം ഹർഫുൻ, അൽ ബഖറ ഓതുമ്പോൾ അലിഫ്ലാമീം എന്നാണ് പറയുമ്പോൾ അതൊരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. ലാക്കിൻ അലിഫുൻ ഹർഫുൻ, ലാമുൻ ഹർഫുൻ, മീമുൻ ഹർഫുൻ. അലിഫ് ഒരക്ഷരം, ലാമൊരക്ഷരം, മീമൊരക്ഷരം, ഓരോന്നിനും 10 ഇരട്ടി പ്രതിഫലം. അപ്പോൾ 3 അക്ഷരം പറയുമ്പോൾ 30 ഇരട്ടി പ്രതിഫലം. ഇങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. ആ സ്വഭാവം ഹദീത്തിനുണ്ടാവില്ല എന്നുള്ളതാണ്. എന്നാൽ ഹദീത്ത് മനഃപ്പാടമാക്കാനും ഹദീത്ത് പഠിക്കാനുമൊക്കെ ശ്രമിക്കുമ്പോൾ അതിൻ്റേതായ പുണ്യമുണ്ട്. മഹാനായ ഇമാം മാലിക്കൊക്കെ ഉളു എടുത്തിട്ടേ ഹദീത്ത് ക്ലാസ് നടത്തുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതായ തലത്തിൽ ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ പണ്ഡിതന്മാരുടെ സലഫുകളുടെ കാലത്തൊക്കെ ഹദീത്തുകൾ സനദടക്കം ഹിഫ്ളാക്കുന്ന പരിപാടി നമ്മൾ ഖുർആൻ ഹിഫ്ളാക്കുന്നത് പോലെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ജാമിഅ ഹിന്ദിലും തന്നെ നമ്മുടെ കുട്ടികൾ ആ ഭാഗം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പുണ്യമുണ്ട്. പക്ഷേ എങ്കിലും ഖുർആൻ്റേതായ വ്യത്യസ്തതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു വരുന്നത്? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ പഠിപ്പിക്കുകയാണ്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. എന്താ പറയുന്നത്? അലാ ഹൽ അസാ റജുലുൻ യബ്ലൂഹുൽ ഹദീസു അന്നി വഹുവ മുത്തഖിയുൻ അലാ അരീകതി. മേലെ പറഞ്ഞത് തന്നെ എന്താണ്? ഒരാളിങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കും, അവന് എൻ്റെ ഹദീസ് വരും. എന്നിട്ട് അവന് പറയും, ബൈനനാ വ ബൈനക്കും കിതാബുല്ലാ, എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഖുർആനുണ്ട്. ഫമാ വജദ്നാ ഫീ ഹലാലൻ ഇസ്തല്ലൽനാഹു, നമുക്ക് അതിലുള്ള ഹലാലിനെ ഹലാലായി കാണണം. വമാ വജദ്നാ ഫീ ഹറാമൻ ഹറംനാഹു, അതിലെ ഹറാമ് കണ്ടാൽ നമ്മൾ ഹറാമാക്കും. എന്നിട്ട് അങ്ങനെ പറയുന്ന ആളുകൾ ചിലരുണ്ട്. എന്താ നബി പറയാ? വ ഇന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാ. മനുഷ്യരെ മനസ്സിലായിക്കോളിയും, അള്ളാൻ്റെ റസൂൽ ഒരു കാര്യം ഹറാമാക്കിയാൽ അത് അള്ളാഹ് ഹറാമാക്കിയതുപോലെയാണ്. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്താ? നമ്മുടെ വലിയൊരു വിവാദമാണെന്ത്? വെള്ളിയാഴ്ച ജുമാക്ക് ഖതീബ് മിമ്പറിൻ്റെ ചോട്ടിന്ന് തറപ്രസംഗം നടത്തുന്നതിനെ പറ്റി നമ്മുടെ നാട്ടിൽ വലിയ ബഹളമുണ്ട്. അതിന് മസല ചോദിക്കുമ്പോൾ എന്താ പറയുക? നാട്ടിലെ വലിയ പണ്ഡിതന്മാർ പറയാം, ശംസുൽ ഉലമൻ്റെ ഫത്വ ഉണ്ടത് ഹറാമാണ്. നന്ദി ദാറുസലാമിൻ്റെ ലെറ്റർ ഹെഡിൽ ശംസുൽ ഉലമ ഫത്വ കൊടുത്തിട്ടുണ്ട്, ഹറാമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാൻ്റെ റസൂൽ പറഞ്ഞിരുന്നല്ല, ഇസ്ലാമിൻ്റെ 4 പ്രമാണത്തിലുണ്ടെന്നല്ല, ശംസുൽ ഉലമൻ്റെ ഫത്വ ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും. ഇപ്പോൾ ഇവിടെ പണ്ട് ഷൊർണൂരടുത്ത് ചെറുതുരുത്തിയിൽ ജാറം പൊളിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ആ ജാറം പൊളിക്കണ്ട, അതവിടെ നിലനിർത്തണം എന്നുള്ളതിന് ഫത്വ ശംസുൽ ഉലമൻ്റെ, കോട്ടുമലൻ്റെ, കെ ഹസ്രത്തിൻ്റെ ഒരുപാട് പണ്ഡിതന്മാരുടെ ഫത്വ കോടതിയിൽ ഹാജരാക്കി. ഹറാമല്ല, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? അള്ളാൻ്റെ റസൂല് ഹറാമാക്കിയതേ ഹറാമാവൂ, അള്ളാൻ്റെ റസൂല് ഹലാലാക്കിയതേ നമുക്ക് ഹലാലാക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, സൂറത്ത് തോബയുടെ 31-ാമത്തെ ആയത്ത് അതെന്താ പറഞ്ഞോ? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ, വേദക്കാർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി അള്ളാഹ്ക്ക് പുറമേ. ഈ ആയത്ത് നബി ഇങ്ങനെ ഓതുമ്പോൾ അദീബിന് ഹാത്തിം റളിയല്ലാഹു അൻഹു, മൂപ്പരും പിന്നെ വേദക്കാരനായിരുന്നു ആദ്യം. അപ്പോൾ മൂപ്പര് പറയാം, നസറാനിയായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു. അപ്പോൾ മൂപ്പര് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, നബിയെ ലസ്നാ നഅ്ബുദുഹും, ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കൊന്നും ഞങ്ങൾ ഇബാദത്ത് എടുക്കലില്ലല്ലോ, ഞങ്ങൾ അവർ പറയുന്നത് കേൾക്കലല്ലേ, ഞങ്ങൾ ഇബാദത്ത് എടുത്തിട്ടില്ല. അപ്പോൾ റസൂൽ ചോദിക്കുക, അലൈസ യുഹർരിമൂന മാ അഹല്ലല്ലാഹ് ഫതുഹർരിമൂനഹു, അല്ലാഹ് ഹലാലാക്കിയതിനെ അവർ ഹറാമാക്കാറില്ലേ, അപ്പോൾ നിങ്ങളിത് ഹറാമാണെന്ന് പറയും. അതുപോലെ വയുഹല്ലൂന മാ ഹറമല്ലാഹ് ഫതസ്തഹില്ലൂനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് അവർ ഹലാലാണെന്ന് പറയുമ്പോൾ നിങ്ങളും ഹലാലാണെന്ന് പറയാറില്ലേ? അപ്പോൾ അദ്ദേഹം പറയാണ്, അതെ ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. അത് ഹറാമാട്ടോ ചെയ്യേണ്ടാറ്, ഞങ്ങളാണ് ചെയ്യാറിരിക്കും. ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞോന്നും ഞങ്ങൾ നോക്കില്ല, ഞങ്ങളെ ശേഖന്മാർ പറഞ്ഞോന്ന് നോക്കും. അപ്പോൾ റസൂലുള്ളാഹി പറയാം, ഫത്തിൽക ഇബാദത്തും, അതവർക്കുള്ള ഇബാദത്താണ്. ഒരു പണ്ഡിതൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും അത് ഇസ്ലാമിൻ്റെ പ്രമാണമാണോ അല്ലേ പ്രമാണത്തോട് യോജിച്ചാണോ എന്ന് നോക്കുന്നില്ല എങ്കിൽ അത് അവർക്കുള്ള ഇബാദത്താണ്. ഒരു പണ്ഡിതനെ അന്ധമായി അനുകരിച്ച് അദ്ദേഹം പറയുന്നത് അതിനെ പിന്തുടരുന്നത് ശിർക്കായ പ്രവർത്തനമാണ് ഖുർആനാ പറയുന്നത്. ഇതിൽ മഹാനായ ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, കത് ഷാഹത്തു കഥീറം മിൻ മുഖല്ലിദത്തിൽ ഫുഖഹ, ഒരുപാട് പണ്ഡിതന്മാരെ ഞാൻ കണ്ടു, അവരുടെ അടുത്ത് ഖറഅതു അലൈഹിം ആയാത്തിൻ കഥീറത്തിൻ മിൻ കിതാബില്ല, അള്ളാഹിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരുപാട് ആയത്തുകൾ ഞാൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഫലം യൽതഫിതു ഇലൈഹി, അതിലേക്ക് അവർ മറിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തുവരോ, അവരൊരു അത്ഭുതത്തോടെയാണ് അതിലേക്ക് നോക്കിയത്. കാരണം എന്താണ്? കാനത്ത് മദായിബും ബി ഖിലാഫി തിൽക്കൽ ആയത്ത്, അവരുടെ മദ്ഹബിലുള്ളതിനെതിരാണ് നമ്മൾ ഈ ആയത്തും ഹദീസൊക്കെ ഓതി കൊടുക്കുന്നത്.
അപ്പോൾ അവർ അത്ഭുതത്തോടെ നോക്കി. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, വലൗ തഅമ്മൽ തഹഖത്ത അമ്മുലില വജത്ത ഹാദദാ അസാരിയം ഫി അറൂഖിൽ അക്തരീന മിൻ അഹ്ലി ദുനിയ. ദുനിയാവിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും ഈ അസുഖം പിടിപെട്ടതായിട്ട് എനിക്ക് കാണാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം അപകടകരമായ അവസ്ഥയിലാണ് നമ്മുടെ നാട് നിൽക്കുന്നത്. അള്ളാൻ്റെ റസൂൽ ഇത് ഹറാമാക്കിയിട്ടുണ്ടോ, റസൂൽ ഹലാലാക്കിയിട്ടുണ്ടോ, റസൂൽ അനുവദിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ നാട്ടിൽ അസുഖം വന്നാൽ ചികിത്സക്ക് മുട്ടറുക്കൽ അല്ലെങ്കിൽ ഹോമമിടൽ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ? അതുപോലെ മരിച്ചോടത്ത് കണ്ണോക്ക് ഉണ്ടാക്കുക, അടിയന്തരം ഉണ്ടാക്കുക, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. റസൂലുള്ള അവിടെ എന്ത് നിലപാട് സ്വീകരിച്ചു അത് നോക്കൂല. അത് ഞങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, ഇത്തഹദു അഹ്ബാറുഹും വറുഹ്ബാനുഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അള്ളാഹ്ക്ക് പുറമെ അവർ റബ്ബുകളെ ഉണ്ടാക്കി. അത്രയും ഗുരുതരമാണ്. അപ്പോൾ നമ്മൾ റിസാലത്ത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടിപ്പിച്ചാലേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റിസാലത്തിൻ്റെ വല്ലതും ശേഷിപ്പ് ബാക്കിയുണ്ടോന്ന്. ഒരാൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലുണ്ട്. ഞാൻ ഒറ്റ ഹദീസ് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. ഇപ്പോൾ 9:52 ഇവിടേക്ക് എത്താൻ പാടില്ല സമയം. കേട്ടോളൂ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനിൻ്റെ വിശദീകരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശദീകരണം നമുക്ക് പറഞ്ഞു തരും ചെയ്തു. അതിൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിലെ ഈ 62 തൊട്ട് 64 വരെയുള്ള ആയത്തിൽ കാണാം, ലഹുമുൽ ബുഷ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അവർക്ക് ദുനിയാവിലും പരലോകത്തും സന്തോഷവാർത്തയുണ്ട് എന്ന് പറയുന്ന ഒരു പരാമർശം. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ലഹുമുൽ ബുഷ്റാ, അവർക്ക് സന്തോഷവാർത്തയുണ്ട് എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ, എന്താണ് അത് സംഭവം? അപ്പോൾ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാം, മാ സഅലനി അന്ന അഹദുൻ ഗൈറക് ഇല്ലാ റജുലുൻ വാഹിദ്. ഇതിനെ സംബന്ധിച്ച് എന്നോട് ഒരാൾ ചോദിച്ചിട്ടില്ല, നീ അല്ല വേറൊരാളും ചോദിച്ചിട്ടില്ല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ അറിയോ, അവർക്ക് സന്തോഷവാർത്തയുണ്ട് സ്വാലിഹീങ്ങളായ ആളുകൾക്ക്. ആരാണവർ? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ അവരെ പറ്റി എന്താ പറഞ്ഞത്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണമേ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് ഭയമില്ല, അവർക്ക് സങ്കടമില്ല. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് സന്തോഷവാർത്തയുണ്ട്. ആ നല്ല മനുഷ്യന്മാർക്കുള്ള സന്തോഷ വാർത്ത എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി എനിക്ക് പറഞ്ഞെന്ന മറുപടി എന്താ അറിയോ, ഹിയ റുഇയ സ്വാലിഹ, അത് നല്ല സ്വപ്നമാണ്. യറാഹൽ മുസ്ലിം, മുസ്ലിം ആ മനുഷ്യൻ കാണുന്ന സ്വപ്നമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് നുബൂവത്തിൻ്റെ 46 ഇനങ്ങളിൽ നിന്നുള്ള അംശത്തിൽ നിന്നുള്ള ഒരു അംശമാണ് ആ സ്വപ്നം. നുബൂവത്തിൻ്റെ 46 അംശങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ എണ്ണങ്ങൾ കാണാൻ പറ്റും, ഒരു അംശമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പതുക്കെ പറഞ്ഞു പോയതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സമയം കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹ അമലായി സ്വീകരിക്കട്ടെ. ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും അവൻ്റെ ദീനിന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സുന്നത്തും ബിദ്അത്തും ശിർക്കും തൗഹീദും വേർതിരിയുന്ന ഒരു വിഷയമാണ്. അത് നിങ്ങൾ പ്രത്യേകമായി ഗവനിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹ് പുറത്തു തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു അവരുടെ കബറുകളെ സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ. അവസാനം അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.